താമരശ്ശേരിയിൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തീപിടിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കെട്ടടങ്ങിയിട്ടുണ്ട്. ഏകദേശം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് തീ എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ പുതുവർഷത്തിൽ തന്നെ ഇങ്ങനൊരു ദാരുണമായ സംഭവം ഉണ്ടായി വളരെ വിഷമമുണ്ട്. ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ ഒരു 3 മണിയോടുകൂടി ഹൈവേയിൽ കൂടി പോകുന്ന ആളുകൾ അവരുടെ പുതുവർഷ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പടക്കം പൊട്ടിച്ചതാണ് ഇതിന് കാരണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം 5-6 മണിക്കൂർ സമയമായി. ഇപ്പോഴും തീ പൂർണ്ണമായിട്ടും അണയ്ക്കുവാനായിട്ട് സാധിച്ചില്ല. എന്തായാലും ഫയർഫോഴ്സിൻ്റെയും ഈ നാട്ടിലെ ജനങ്ങളുടെയൊക്കെ പൂർണ്ണമായ പിന്തുണ ഈ കാര്യത്തിലുണ്ടായി എന്നുള്ളൊരു സന്തോഷമുണ്ട്. എന്തായാലും ഇതിൻ്റെ 3-4 പഞ്ചായത്തുകളുടെ മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ടുള്ളൊരു സ്ഥാപനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പുതുപ്പാടിയിലെ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. എന്തായാലും വലിയ വിഷമമായി പോയി. അതുപോലെ തന്നെ ഈ അടുത്തൊന്നും ഈ അടുത്ത മേഖലയിലൊന്നും ഫയർ സ്റ്റേഷൻ ഇല്ലാത്തത് ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തം ആഴം കൂട്ടി എന്നുള്ളതാണ്. ഞങ്ങൾ എന്നും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, പുതുപ്പാടിയിൽ പ്രത്യേകിച്ച് വയനാട് ചുരം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ളത്. 2010-15 കാലഘട്ടങ്ങളിൽ അന്ന് ഞാൻ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായ സമയത്ത് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് ഗവൺമെൻറ്റിലേക്ക് അയച്ചു. അത് പ്രയോറിറ്റൈസ് ചെയ്ത് തരാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ ഈ 15 വർഷമായിട്ടും ലഭ്യമായിട്ടില്ല. വളരെ അടിയന്തരമായിട്ട് പുതുപ്പാടിയിൽ ഒരു ഫയർ സ്റ്റേഷൻ വേണം എന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആഗ്രഹവും ആവശ്യം. ഈ നാട്ടുകാരുടെ വലിയൊരു ആഗ്രഹമാണ്. ഏത് നിമിഷവും വയനാട് ചുരമടക്കമുള്ള പ്രദേശങ്ങളായതുകൊണ്ട്, പ്രത്യേകിച്ച് മലയോര മേഖല ആയതുകൊണ്ട്, ഫ്ലഡ് പോലുള്ള സംവിധാനമൊക്കെ വരുന്നതുകൊണ്ട് നിർബന്ധമായിട്ടും പുതുപ്പാടിയിൽ ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. പുലർച്ചെ ഒരു 3:30 കൂടിയാണ് നമുക്ക് മുക്കം ഫയർ സ്റ്റേഷനിലേക്ക് വിവരം ലഭിക്കുന്നത്. തൊട്ടടുത്തുള്ള ഒരു പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ യൂണിറ്റിൽ തീപിടിച്ചതായിട്ട്. ഉടൻ തന്നെ മുക്കത്ത് 2 യൂണിറ്റ് പുറപ്പെടുകയും തൊട്ടടുത്തുള്ള നരിക്കുനി സ്റ്റേഷനിലേക്കും വെള്ളിമാട് സ്റ്റേഷനിലേക്കും അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് ശേഖരിക്കുകയും അത് സെഗ്രിഗേറ്റ് ചെയ്ത് പഞ്ച് ചെയ്തിട്ട് കയറ്റി അയക്കുകയും ചെയ്യുന്ന രീതിയാണുള്ളത്. അപ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സ്പ്രെഡായി. നമ്മൾ 5 യൂണിറ്റുകൾ ഒരേ സമയം കണ്ടിന്യൂസ് ആയിട്ട് ഈ 5 മണിക്കൂറോളം വർക്ക് ചെയ്തിട്ടാണ് പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളിലേക്ക് തീ പടരുന്നത് തടയാനായി എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. അതോടൊപ്പം തൊട്ടടുത്ത് ജലലഭ്യത കുറവുള്ളത് നമ്മുടെ തീ അണക്കുന്നതിന് കുറച്ചെങ്കിലും ഡിലേ ആക്കിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ലഭ്യമായ JCB എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് കൃത്യമായി പാട്ടായി മാറ്റിക്കൊണ്ട് തീ പൂർണ്ണമായും നിയന്ത്രിച്ചു. പക്ഷേ തീ കെടുത്തണമെങ്കിൽ ഇനിയും കുറച്ച് സമയം കൂടെ ആവശ്യമുണ്ട്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കെടുത്താൻ കുറച്ച് ടൈം എടുക്കും. തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് തീ കെടുന്ന ഒരു കണ്ടീഷൻ അല്ല ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ പാർട്ടാക്കി മാറ്റി അതിൽ വെള്ളം ഉപയോഗിച്ച് തണുപ്പിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ JCBയുടെ സഹായം കൂടെ നമുക്കുണ്ട്. എന്തായാലും ഒരു അരമണിക്കൂറിനകത്ത് ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും കാരണമാണോ? നമ്മൾ അതിന് കാരണം കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇവർ തൊട്ടടുത്തുള്ള ആളുകൾ പറയുന്നത് ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിച്ചിരുന്നതാണ്. അതിന്റെ അവശിഷ്ടങ്ങൾ ഇതിലേക്ക് തെറിച്ചോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഷോർട്ട് സർക്യൂട്ടിന്റെ സാഹചര്യം കൂടെ നമുക്ക് പരിശോധന വിധേയമാക്കേണ്ടതുണ്ട്.